ഹായ് ഫ്രണ്ട്സ്, മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എജു ടോക്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വരിയിൽ മുന്നിൽ നിന്ന് എട്ടാമത്തെയും പിന്നിൽ നിന്ന് അഞ്ചാമത്തെയും ആളാണ് ചിഞ്ചു എന്ന് പറയുന്ന കുട്ടി. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. മുന്നിൽ നിന്ന് എട്ടാമത്തെ ആളാണ്, പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടാനുള്ള മാർഗമാണ് ആദ്യം ഞാൻ പറയുന്നത്. മുന്നിൽ നിന്ന് എട്ടാമത്തെ ആള് എന്ന് പറയുമ്പോൾ ആദ്യം 8 എന്ന് എഴുതുക. പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളാണ്, പിന്നിൽ നിന്ന് 5 ആയതുകൊണ്ട് 5 - 1 = 4. ഈ 4 ഇവിടേക്ക് എഴുതേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ എത്ര ആൻസർ കിട്ടും? 12 എന്ന ആൻസർ കിട്ടും. ആ വരിയിൽ 12 പേരാണ് ഉണ്ടായിരിക്കുക. എന്താണ് ചെയ്തത്? മുന്നിൽ നിന്ന് എട്ടാമത്തെ ആള് എന്ന് പറഞ്ഞപ്പോൾ 8 എന്ന് എഴുതി. പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളായതുകൊണ്ട് 5-ൽ നിന്ന് 1 കുറച്ചുകൊണ്ട് എഴുതി. അപ്പോൾ 12 എന്ന് കിട്ടി. ഒന്നാമത്തെ ചോദ്യമായതുകൊണ്ട് നമ്മൾ ഇതിന്റെ ചിത്രം വരച്ച് ഒന്ന് വിശദീകരിച്ച് തരാം. ഇനി ബാക്കി പറയുന്ന മോഡലുകളൊക്കെ നിങ്ങൾ ഇതനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മൾ ചോദ്യത്തിന്റെ വിശദീകരണം, ആ ഉത്തരം നമ്മൾ കിട്ടിയതിന്റെ വിശദീകരണം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് 12 പേരാണ് വരിയിലുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി. ആ 12 പേരെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ മുന്നിൽ നിന്ന് നമ്പർ എഴുതാൻ പോവാണ്. ഒന്നാമത്തെ കുട്ടിയാണിത്. 2, 3, 4, 5, 6, 7. എട്ടാമത്തെ ആളാണ് ആര്? ചിഞ്ചു എന്ന് പറയുന്നത്. ആ എട്ടാമത്തെ ആളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നിൽ നിന്ന് എട്ടാമത്തെ ആളാണ് ചിഞ്ചു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളാണെന്ന് പറയുന്നത്. പിന്നിൽ നിന്നുള്ള നമ്പറും ഇവിടെ മുകളിൽ എഴുതാം. 1, 2, 3, 4, 5. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യാം ഞാൻ. മുന്നിൽ നിന്ന് എട്ടാമത്തെ ആൾ ആരാണ്? ചിഞ്ചു ആണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് 8 എന്ന് എഴുതി. പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളും ആര് തന്നെയാണ്? ചിഞ്ചു ആണ്. 8ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക? 13 ആണ് കിട്ടുക. ഈ വരിയിൽ 13 പേരുണ്ടോ? ഇല്ല. കാരണം 8 പേര് ഇവിടെ ആയി. 9, 10, 11, 12 പേരേ ഉള്ളൂ. അപ്പോൾ 5 അല്ല കൂട്ടേണ്ടത്. കാരണം ചിഞ്ചുവിനെ ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി, 2 പ്രാവശ്യം കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ അവസാനം ഉത്തരത്തിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ 5ഉം 8ഉം 5ഉം കൂട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 1 മൈനസ് ചെയ്യണം. എന്തിനാ മൈനസ് ചെയ്യുന്നത്? ഈ ചിഞ്ചുവിനെ 2 പ്രാവശ്യം നമ്മൾ ഈ കണക്കിൽ പറയുന്നുണ്ട്. അപ്പം മുന്നിൽ നിന്ന് എട്ടാമത് എന്ന് പറയുമ്പോൾ 8ൽ ചിഞ്ചു ഉണ്ട്. പിന്നിൽ നിന്ന് അഞ്ചാമത് എന്ന് പറയുമ്പോൾ ആ 5ലും ആരുണ്ട്? ചിഞ്ചു ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 1 മൈനസ് ചെയ്യുന്നത്. അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു വരിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 25ാമത്തെ ആളാണ് മഞ്ജു. ആ വരിയിൽ എത്ര പേരുണ്ട്? അപ്പോൾ ഈ ചോദ്യത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 25ാമത്തെ ആളാണ് ആര്? ഈ മഞ്ജു എന്ന് പറയുന്ന കുട്ടി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. മുന്നിൽ നിന്ന് 25ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 25 എന്ന് ആദ്യം എഴുതുന്നു. പിന്നിൽ നിന്നും 25ാമത്തെ ആളാണ്. അപ്പോൾ 25ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 25ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 24 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 9, 4, 49. അത് 49 ആളുകൾ ആ വരിയിൽ ഉണ്ടാകും. ഇനി നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, അഥവാ 25 മുന്നിൽ നിന്നും 25 ആണ്, പിന്നിൽ നിന്നും 25 ആണ്. അപ്പൊ 2 25ഉം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആൻസറിൽ നിന്ന് 1 മൈനസ് ചെയ്താലും മതി. 1 മൈനസ് ചെയ്താലും നമുക്ക് 49 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ ഉചിതം ആ ഒരു മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അടുത്ത ഒരു മോഡലാണ് പരിചയപ്പെടുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ 20 കുട്ടികളാണ് ഉള്ളത്. 20 കുട്ടികളുണ്ട്. ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ 6500 ആണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ 6500. ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ 6500 ആണ്. 20ാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 20ാമത്തെ കുട്ടി, ഒന്നാമത്തെ കുട്ടി ഇവിടെ ഉണ്ട്, ഇതിനോട് കൂടെ പ്ലസ് 19 ആണ് കൂട്ടേണ്ടത്. എന്തുകൊണ്ടാണ് 19 കൂട്ടുന്നത്? ഒന്നാമത്തെ കുട്ടി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 20 കുട്ടികളാണ് ആകെ ഉള്ളതെങ്കിൽ ഒന്നാമത്തെ കുട്ടി ഇവിടെ ഉണ്ട് എങ്കിൽ ബാക്കി ഇനി എത്ര കുട്ടികളാണ് ഉണ്ടാവുക? 19 കുട്ടികളാണ് ഇനി ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ 19 ആണ് ഇതിനോട് കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 6519 ആണ് ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ. ഇനി ആദ്യം നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾ 6500നോട് കൂടെ 20 ആഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം ഉത്തരത്തിൽ നിന്ന്
ഒന്ന് മൈനസ് ചെയ്യൽ നിർബന്ധമാണ്. 6519 എന്ന് അപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്തിട്ട് കൂട്ടുക, അല്ലെങ്കിൽ കൂട്ടിയതിന് ശേഷം അവസാനം മൈനസ് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ഒന്നാമത്തെ കുട്ടി, ആകെ 20 പേരാണുള്ളത്, അതിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ 20 കുട്ടികളിൽ ഒന്നാമത്തെ കുട്ടി കഴിഞ്ഞാൽ ബാക്കി വീണ്ടും 20 പേരുണ്ടാവില്ല, 19 പേരെ ഇനി ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 19 ആഡ് ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ ആകെ 20 കുട്ടികളാവുകയും ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് പുസ്തകത്തിൽ 20 ആളുകളുടെ നമ്പർ ഒന്ന് എഴുതി പരിശോധിച്ച് നോക്കുക. ഇതിന്റെ മറ്റൊരു മോഡൽ ചോദ്യമാണ്, ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 25ാമത്തെ കുട്ടിയുടെ നമ്പർ 6701 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. നേരത്തെ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ ആയിരുന്നു തന്നിരുന്നത്, എന്നിട്ട് 20ാമത്തെ കുട്ടിയുടെ നമ്പർ കാണാൻ പറഞ്ഞു. ഈ ചോദ്യത്തിൽ 25ാമത്തെ കുട്ടിയുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 6701. ഒന്നാമത്തെ കുട്ടിയുടെ നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ 6701 ആണ് 25ാമത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടാൻ എന്താണ് ഇതിനോട് കൂടെ ആഡ് ചെയ്യാണോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാണോ വേണ്ടത്? 25ാമത്തെ കുട്ടിയുടെ നമ്പർ ഇതാണെങ്കിൽ ഇതിൽ നിന്ന് 25 കുറയ്ക്കണോ അല്ലെങ്കിൽ 24 കുറയ്ക്കണോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 25ാമത്തെ കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നേ ഇനി എത്ര പേരുണ്ടാകും? 25 വീണ്ടും ഉണ്ടാവുമോ? ഇല്ലല്ലോ. 25ാമത്തെ കുട്ടി ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിന്റെ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 25ാമത്തെ കുട്ടിയെ മാറ്റി നിർത്തിയാൽ ബാക്കി 24 പേര് അതിന്റെ മുന്നേ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് 6701 നിന്ന് 24 മൈനസ് ചെയ്താൽ മതി. കാരണം 25ാമത്തെ കുട്ടിയെ നമ്മൾ അവിടെ നിർത്തി, ബാക്കി മുന്നേ ഉള്ള 24 പേരെയും നമ്മൾ മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 7766 6677 ആണ് ഈ കുട്ടിയുടെ, അതായത് ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ആയിട്ട് വരിക. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ഒരു ചോദ്യം കൂടി, ഒരു മോഡലും കൂടി നമുക്ക് പരിചയപ്പെടാം. ഒരു വരിയിൽ 33 പേരുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ചോദ്യത്തിലെ ഒരു വ്യത്യസ്തമായ ടൈപ്പാണ്. ഒരു വരിയിൽ 33 പേരുണ്ട്, ആകെയുള്ള എണ്ണം തന്നിട്ടുണ്ട്. നടുവിൽ നിൽക്കുന്ന ആളുടെ രജിസ്റ്റർ നമ്പർ 2345 ആണ്. ആ വരിയിൽ ആദ്യത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, വരിയിൽ ആകെ 33 പേരുണ്ട് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നടുവിലെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത് 2345. അപ്പൊ ഈ നടുവിലെ കുട്ടി എന്ന് പറയുന്നത് എത്രാമത്തെ കുട്ടിയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ആകെ 33 പേരാണുള്ളത്. 33നോട് കൂടെ 1 ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 34 എന്ന് കിട്ടും. ഇതിന്റെ പകുതി എടുക്കുക, ഹരിക്കണം 2. അപ്പൊ എത്രയാണ്? 34നെ 2 കൊണ്ട് ഹരിച്ചാൽ 17 എന്ന് കിട്ടും. അപ്പൊ 17 ആണ് 33ന്റെ നടുവിലെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വരിയിൽ ഒറ്റ സംഖ്യ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒറ്റ സംഖ്യ ആകുമ്പോഴേ നടുവിൽ ഒരാളായിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. 1 2 3 4 4 പേരുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ 4 പേരെന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് അല്ലെ. ഇതിന്റെ നടുവിൽ ഒരാള് എന്ന് പറയാൻ നമുക്ക് ആളെ കാണിക്കാൻ കഴിയില്ല. കാരണം നടുവിൽ ഇത് രണ്ടും പകുതി ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ നടുവിൽ ആരും ഇല്ല. ഇനി 5 പേരാണെങ്കിൽ നോക്കൂ, 1 2 3 4 5. 5 പേരാണെങ്കിൽ ഈ 2 പേര് ഇവിടെ ഉണ്ട്, 2 പേര് ഇവിടെയുണ്ട്, ബാക്കി നടുവിൽ ഒരാളുണ്ട്. കണ്ടോ? അപ്പൊ ഒറ്റ സംഖ്യ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിൽ തെറ്റായിട്ട് ഇനി ഇരട്ട സംഖ്യ തരാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 4 ആളും തന്നാൽ നിങ്ങൾ 4നോട് കൂടെ 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ 2.5 എന്ന് കിട്ടുക. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇരട്ട സംഖ്യ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇത്ര ചോദ്യത്തിൽ വരില്ല. ഒറ്റ സംഖ്യ വരുള്ളൂ. അപ്പൊ ഒറ്റ സംഖ്യ വരുമ്പോൾ 33 ഇവിടെ തന്നിരിക്കുന്നത്, അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. എന്നിട്ട് അപ്പൊ 34 കിട്ടും. 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 എന്ന് കിട്ടും. സംശയമുള്ളവർ എന്ത് ചെയ്യുക, ഇതൊക്കെ നോട്ട് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് 17ാമത്തെ ആളുടെ നമ്പറാണ് എന്ത്? ഇത് 17ാമത്തെ ആളുടെ നമ്പറാണ് 2345. ഓക്കെ, അഥവാ നടുവിലുള്ള ആളാണ് നമ്പർ. ഒന്നാമത്തെ കുട്ടിയുടെ നമ്പറാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടാൻ 17 ഇവിടെ തന്നതുകൊണ്ട് 17ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. കാരണം ഇതിന്റെ മുന്നേ ഇനി 16 പേരാണ് ഉണ്ടാവുക. അപ്പൊ 17ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 16 എന്നാണ് കിട്ടുക. അപ്പൊ 2345ൽ നിന്ന് 16 ആണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. കാരണം 17ാമത്തെ കുട്ടിയുടെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ മുന്നേ ഇനി 16 പേരാണ് ഉണ്ടാവുക. അതുകൊണ്ട് 16 ഇവിടെ മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 9 2
3 2 23 29 ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ആയിട്ട് വരിക. ഇത് കിട്ടിയ രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആകെ കുട്ടികളുടെ എണ്ണം തന്നു, നടുവിലെ കുട്ടിയുടെ നമ്പർ തന്നു, നടുവിലെ കുട്ടി എത്രാമത്തെ ആളാണെന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് അതിന്റെ പകുതി എടുത്തപ്പോൾ 17 എന്ന് കിട്ടി. അഥവാ 17ാമത്തെ കുട്ടിയുടെ നമ്പറാണ് ഇതെന്ന് കിട്ടി. അപ്പോൾ 17ാമത്തെ കുട്ടിയുടെ നമ്പർ 2345 ആണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 17ൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. കാരണം 17ാമത്തെ കുട്ടി ഇവിടെ തന്നതുകൊണ്ട് 16 കുറച്ചു. 2345 നിന്ന് 16 കുറച്ചപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പറും നമ്മൾക്ക് കിട്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അതായത് കൃത്യമായിട്ട് 2, 3, 4 മോഡലുകൾ നമ്മൾ ഇതിൽ പരിചയപ്പെട്ടതുകൊണ്ട് വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വ്യത്യസ്ത മോഡലുകൾ ഒരു ചോദ്യം മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് വീണ്ടും കണ്ട് കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കുക. പറഞ്ഞ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 2354 കൂട്ടുന്നതിന് പകരം കുറച്ചപ്പോൾ 6040 എന്ന് കിട്ടി. ഏത് സംഖ്യയോടാണ് 2354 കൂട്ടേണ്ടിയിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയോട് 2354 കൂട്ടേണ്ടതിന് പകരം കുറയ്ക്കുകയാണ് ചെയ്തത്. കുറച്ചപ്പോൾ ഉത്തരം എത്ര കിട്ടി? ഉത്തരം 6040 എന്നാണ് കിട്ടിയത്. 6040 എന്നാണ് കിട്ടിയത്. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിനി കൂട്ടുകയാണെങ്കിൽ ആ സംഖ്യ കിട്ടണം. യഥാർത്ഥത്തിൽ ഏത് സംഖ്യയോട് കൂടെയാണ് ഈ നമ്പർ കൂട്ടേണ്ടത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു ആശയം വ്യക്തമാവില്ല. ഞാൻ ചെറിയൊരു സംഖ്യയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യം ഒന്നും കൂടി വിശദീകരിച്ചു തരാം. ഇപ്പൊ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയോടുകൂടെ 2 മൈനസ് ചെയ്തു. ശരിക്കും ഇവിടെ കൂട്ടാണ് വേണ്ടത്. ഇവിടെയുള്ള സംഖ്യയോട് കൂടെ ഈ 2 ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ അയാൾ മറന്നുപോയിട്ട് അദ്ദേഹം മൈനസ് ചെയ്തു. ആ കുട്ടി മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ ഉത്തരം 6 എന്നാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഈ സംഖ്യയോട് കൂടെ സംഖ്യയിൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ 6 കിട്ടി. നമുക്ക് ഉത്തരം തെറ്റാണ്. കാരണം 2 കുറയ്ക്കല്ല വേണ്ടത്, കൂട്ടാണ് വേണ്ടത്. 2 കൂട്ടുകയാണെങ്കിൽ ഉത്തരം എത്ര എന്നല്ല ചോദിക്കുന്നത്, ഇവിടെയുള്ള സംഖ്യയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഈ സംഖ്യ കിട്ടും. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 എന്ന് ഇവിടെ എഴുതി വെക്കാം. നമുക്ക് 8ൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് 6 കിട്ടിയത്. കറക്റ്റ് ആണല്ലോ? 8ൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് 6 കിട്ടിയത്. അപ്പോൾ ഏതോ ഒരു സംഖ്യയിൽ നിന്ന്, ഈ 8 നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അതാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ഇതിലേക്ക് വരാം. ആദ്യം ഇവിടേക്ക് നോക്കുക. 8ൽ നിന്ന്, അഥവാ ഏതോ ഒരു സംഖ്യ, 8 തന്നിട്ടില്ല, ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 2 കൂട്ടേണ്ടതിന് പകരം കുറച്ചപ്പോൾ 6 എന്ന് ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 കുറക്കുന്നതിന് പകരം കൂട്ടേണ്ട ആ സംഖ്യ അതേതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 8ൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് 6 കിട്ടിയത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് ചെയ്തു? 8 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഇതും ചെയ്യേണ്ടത്. ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 2354 കുറച്ചപ്പോഴാണ് 6040 കിട്ടിയത്. അപ്പോൾ ഇത് കുറയ്ക്കല്ല വേണ്ടത്, ആ സംഖ്യയോട് കൂടെ കൂട്ടാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പോൾ 6040 കൂട്ടണം 2354 എന്ന് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പം 4 9 3 8 8394 ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി ആ ചോദ്യം വീണ്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 8394 എന്ന സംഖ്യയാണ്. ആ സംഖ്യയിൽ നിന്ന് ആ സംഖ്യയോട് കൂടെ 2354 കൂട്ടേണ്ടതിന് പകരം കുറച്ചപ്പോൾ 6040 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2354 ഏത് സംഖ്യയോടെ കൂടെയാണ് കൂട്ടേണ്ടത് എന്നാണ് ചോദ്യം. ഈ സംഖ്യയോട് കൂടെയാണ് ശരിക്കും കൂട്ടേണ്ടത്. പക്ഷെ അതിന് പകരം ആ കുട്ടി ഈ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ ചോദ്യം ഒന്നും കൂടെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ വർക്കൗട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. അടുത്ത ഒരു ചോദ്യം, 2 3 5 8 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകൾ എടുത്താൽ 5ൽ അവസാനിക്കുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 2 3 5 8 ആണ് നമ്പർ. 2 3 5 8
ഇവകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന പരമാവധി നമ്പറുകൾ എത്രയാണ് എന്ന് ആദ്യം കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് കാണാം. ഇതിന്റെ ഉത്തരത്തിലേക്ക് നേരിട്ട് കിടക്കാണ്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകൾ ഏതാണ് എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് 1 2 3 4 4 അക്കങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് 4 കൊണ്ട് തുടങ്ങാണ്. 4 × 3 × 2 × 1 എന്നാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ 24 എന്നാണ്. അപ്പൊ 24 നമ്പറുകളാണ് ഇതുകൊണ്ട് ആകെ ഉണ്ടാക്കാൻ പറ്റുക. ആ 24-ൽ ഒരു ഭാഗം 2 കൊണ്ട് ഉണ്ടാക്കാം. അഥവാ 6 നമ്പറുകൾ 2 കൊണ്ട് തുടങ്ങാൻ കഴിയും. 6 നമ്പറുകൾ 3 കൊണ്ട് തുടങ്ങാൻ കഴിയും. 6 നമ്പർ 5 കൊണ്ടും 6 നമ്പർ 8 കൊണ്ടും തുടങ്ങാൻ കഴിയും. തുടങ്ങാൻ കഴിയുക മാത്രമല്ല, ഈ 2-ൽ അവസാനിക്കുന്നതും 6 എണ്ണമായിരിക്കും, 3-ൽ അവസാനിക്കുന്നതും 6 എണ്ണം ഉണ്ടായിരിക്കും, 5-ൽ അവസാനിക്കുന്നതും 6 എണ്ണം ഉണ്ടായിരിക്കും, 8-ൽ അവസാനിക്കുന്നതും 6 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ നമ്പർ കൊണ്ട് തുടങ്ങുന്നതും 6 എണ്ണം ഉണ്ടാകും, അവസാനിക്കുന്നതും 6 എണ്ണം ഉണ്ടാകും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ 6 എന്നാണ്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്. 5 വ്യത്യസ്ത അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 5 വ്യത്യസ്ത അക്കങ്ങൾ. ഏതൊക്കെയാണ് അക്കങ്ങൾ? നമ്മൾ ഒന്ന് എഴുതി നോക്കാം. 0 1 2 3 4 5 6 7 8 9. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം എടുത്തിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോവാൻ പാടില്ല. 5 വ്യത്യസ്ത അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സംഖ്യയാണ് ചോദിക്കുന്നത്. ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങണം. വലിയ സംഖ്യ ആണെങ്കിൽ വലിയ നമ്പർ ആരംഭിക്കണം, വലിയ നമ്പറിൽ നിന്ന് ആരംഭിക്കണം. ഇപ്പൊ നമുക്ക് ചെറിയ നമ്പർ ആയതുകൊണ്ട് 0 കൊണ്ട് ആരംഭിക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. 0 കൊണ്ട് നമുക്ക് വാല്യൂ ഇല്ല. ഫസ്റ്റ് വന്നാൽ അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് 0 അവിടെ മാറ്റി നിർത്തുക. 1 പിന്നെ ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. അപ്പോൾ 1 എന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ 0 ആഡ് ചെയ്യുന്നു. അപ്പോഴേ ഇത് ചെറുതായി വരുള്ളൂ. പിന്നെ ബാക്കി ഏറ്റവും ചെറുതായിട്ട് വരുന്നത് 2, കാരണം ആവർത്തിക്കാനും പാടില്ല. പിന്നെ 3, പിന്നെ 4, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്പർ ഇതാണ്. ഏറ്റവും 5 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വരിയിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടെത്താനും, ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ തന്നാൽ അത് എത്രാമത്തെ കുട്ടിയാണെന്നും, അതുപോലെ തന്നെ 1ാമത്തെ കുട്ടിയുടെ നമ്പർ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന്റെ മാതൃകകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ അവസാനമായി പരിചയപ്പെട്ടത് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന സംഖ്യയും അതിൽ ഇന്ന ഒരു നമ്പർ കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സംഖ്യയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുമുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി LSSുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ, വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ നമ്മൾ വേറെയും വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതൊക്കെ ഏറെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.